പ്രസ്താവിച്ചതുപോലെ ഇതൊരു വിശുദ്ധ ആത്മീയ ശുശ്രൂഷയാണ്. ദൈവത്തിൻ്റെ സന്നിധിയിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. ദൈവത്താൽ നിന്ന് നടത്തപ്പെടുമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. തുടർന്ന് ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുമെന്ന് ആഗ്രഹിക്കുന്നു. ആ ആഗ്രഹം കൊണ്ട് അതുപോലെ നടക്കണമെന്നില്ല എന്നാൽ പ്രാർത്ഥിച്ച ഈ കുഞ്ഞുങ്ങളുടേതായിരിക്കുന്ന നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച നിശ്ചയമായിട്ടും സർവശക്തനായ ദൈവം കേട്ട് അനുഗ്രഹങ്ങളെ പകരും. ആകെ പ്രാർത്ഥന. പത്തനംതിട്ട ജില്ലയിൽ അടൂർ താലൂക്കിൽ കടമ്പനാട് ജില്ലയിൽ ഇമ്മാനുവേൽ കോട്ടയിൽ ശ്രീമാൻ PM ബേബിയുടെയും ശ്രീമതി ലിസി ബേബിയുടെയും മകൻ ബെറ്റി ബേബിയും. കൊല്ലം ജില്ലയിൽ കൊട്ടാരക്കര താലൂക്ക് എഴുകോൺ വില്ലേജിൽ ഗ്രേസ് കോട്ടേജിൽ ഫാസ്റ്റർ KG ഷമുവേലിന്റെയും ശ്രീമതി ജയാമ്മ ഷമുവേലിന്റെയും മകൾ ജോളി ഷമുവേലും എഴുതി തമ്മിലുള്ളതായിരിക്കുന്ന വിശുദ്ധ വിവാഹം ഇന്നേ ദിവസം ഇവിടെ വെച്ച് നടക്കത്തക്കവണ്ണം വേണ്ടപ്പെട്ടവർ കൂടി തീരുമാനിച്ച് ദൈവസന്നിധിയിൽ വന്നിരിക്കുകയാണ്. എന്നാൽ ഈ ശുശ്രൂഷ നടത്തി കൊടുക്കുന്ന തടസ്സമായി ഇന്ത്യ ഗവൺമെന്റ് നിയമമനുസരിച്ചോ ദൈവത്തിന്റെ വ്യവസ്ഥ അനുസരിച്ചോ എന്തെങ്കിലും തക്കതായ കാരണമുണ്ടെങ്കിൽ പ്രസ്താവിക്കാവുന്നതും ഇല്ല എന്ന് ഇന്നെന്ന പോലെ ഈ വിഷയത്തിൽ എല്ലാവരും മൗനമായിരിക്കും ചെയ്യേണ്ടതാകുന്നു. കൂടി വന്നിരിക്കുന്നതായ മാന്യ സദസ്സ് ഈ വിവാഹം ധന്യനായ ഏകാധിപതി രാജാതിരാജാവും കർത്താവും മനുഷ്യരാരും കണ്ടിട്ടില്ലാത്തതും കാണാൻ വഹ്യാത്മകമായ അത്യുന്നതനായിരിക്കുന്ന ദൈവത്തിന്റെ സന്നിധിയിൽ നിന്നുകൊണ്ട് സകല ഹൃദയങ്ങളെയും ശോധനയുന്നവനായ ദൈവത്തിന്റെ നാമത്തിൽ സഹദൂതന്മാരുടെ സാന്നിധ്യത്തിലും ദൈവസഭയുടെ സാന്നിധ്യത്തിലും ഞാൻ നിന്നോട് ചോദിക്കുന്നു, നിന്റെ സമീപേ നിൽക്കുന്നതായ ജോളി എന്ന യുവതിയെ നിന്റെ ഭാര്യയായി സ്വീകരിക്കുവാൻ നിനക്ക് മനസ്സായിരിക്കുന്നുവോ? സുഖത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും നന്മയിലും തിന്മയിലും ഇങ്ങനെ ലോകത്തിൽ സംഭവിക്കാവുന്ന ഏത് പരിസ്ഥിതിയിലും വിശ്വസ്തയോടുകൂടെ അവളോട് ചേർന്നിരുന്ന് ദൈവം നിങ്ങളെ വേർതിരിക്കുന്നവരെയും ഒരുമിച്ച് പാർത്ത് കർത്താവിനെ സേവിക്കുവാൻ നീ ഇപ്പോൾ തീരുമാനിക്കുന്നുവോ? ധന്യനായ ഏകാധിപതി രാജാതിരാജാവും കർത്താവും മനുഷ്യരാരും കണ്ടിട്ടില്ലാത്തതും കാണാൻ വഹ്യാത്മനുമായ അത്യുന്നതനായിരിക്കുന്ന ദൈവത്തിന്റെ സന്നിധിയിൽ നിന്നുകൊണ്ട് സകല ഹൃദയങ്ങളെയും ഉൾപ്പുകളെയും ആരായുന്നവനായിരിക്കുന്നതായ ആ ദൈവത്തിന്റെ നാമത്തിൽ പെന്തിയോസ് പീലാത്തോസിന് മുൻപാകെ നല്ല സ്വീകാര്യം പ്രാപിച്ച ക്രിസ്തുയേശുവിനെയും സഹദൂതന്മാരെയും സാക്ഷിയാക്കി ഞാൻ നിന്നോട് ചോദിക്കുന്നു, നിന്റെ സമീപേ നിൽക്കുന്നതായ ബെറ്റി എന്ന യുവാവിനെ നിന്റെ ഭർത്താവായി സ്വീകരിക്കുവാൻ മനസ്സായിരിക്കുന്നുവോ? സുഖത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും നന്മയിലും തിന്മയിലും രോഗത്തിലും ആരോഗ്യത്തിലും ഇങ്ങനെ ലോകത്തിൽ സംഭവിക്കാവുന്നതായ ഏത് പരിസ്ഥിതിയിലും നിങ്ങൾ ഒരുവനെ ദൈവം വേർതിരിക്കുന്നവരെയും വിശ്വസ്തയോടുകൂടെ ദൈവത്തെ സേവിച്ച് നിങ്ങളുടെ കുടുംബജീവിതം നയിക്കുവാൻ നീ തീരുമാനിക്കുന്നുവോ? നിന്റെ മഹത്വമേറിയതായ നാമത്തിൽ ഞങ്ങൾ സ്തോത്രം ചെയ്യാം. ഈ പ്രിയ കുഞ്ഞുങ്ങൾ എടുത്തതായ തീരുമാനം, നിന്റെ സന്നിധിയിൽ എടുത്തതായ തീരുമാനത്തിൽ നീ മുദ്ര വെച്ചിരിക്കുക. സ്തോത്രം. അവരിനി ഉഭയസമ്മതം ചെയ്ത് ഭാര്യാഭർത്താക്കന്മാരായി തീരുവാൻ പോകുന്നതായി
അവരുടെ മേൽ സകലവിധമായ സ്വർഗീയ അനുഗ്രഹങ്ങൾ അവരെ നീ അനുഗ്രഹിച്ചുകൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു, കേൾക്കണമേ. ആദാം ഹവ്വ എന്നിവരെ യോജിപ്പിച്ചവനായ ത്രിയേകനാം ദൈവം നിങ്ങളെ ഇപ്പോൾ ഭാര്യ ഭർത്താക്കന്മാരായി യോജിപ്പിച്ചിരിക്കുന്നു. വ്യക്തിയാകുന്ന ഞാൻ, ജോലിയാകുന്ന എന്റെ ഭാര്യയായി ഇന്നു മുതൽ സ്വീകരിച്ചിരിക്കുന്നു. സുഖത്തിലും ദുഃഖത്തിലും, സമ്പത്തിലും ദാരിദ്ര്യത്തിലും, നന്മയിലും തിന്മയിലും, രോഗത്തിലുമായും ഇങ്ങനെ ലോകത്ത് സംഭവിക്കാവുന്ന ഏത് പരിസ്ഥിതിയും നിന്നെ സ്നേഹിച്ച് ബഹുമാനിച്ച് പോറ്റി പുലർത്തി വിശ്വസ്തയോടുകൂടെ ജീവിച്ചു കൊള്ളാമെന്ന ദൈവകൃപയെ ആശ്രയിച്ച് നിന്നോട് ഉടമ്പടി ചെയ്യുന്നു. ഈ വസ്തുതയിൽ ഇവിടെ കൂടിയിരിക്കുന്നതായ ദൈവസഭയും ത്രിയേകനാം ദൈവവും സാക്ഷികൾ ആകുന്നു. ജോലിയാകുന്ന ഞാൻ, ബന്ധിയാകുന്ന താങ്കളെ എൻ്റെ ഭർത്താവായി ഇന്ന് മുതൽ സ്വീകരിച്ചിരിക്കുന്നു. സുഖത്തിലും ദുഃഖത്തിലും, സമ്പത്തിലും ദാരിദ്ര്യത്തിലും, നന്മയിലും തിന്മയിലും, രോഗത്തിലും ആരോഗ്യം, ഇങ്ങനെ ലോകത്ത് സംഭവിക്കാവുന്ന ഏത് പരിസ്ഥിതിയും അങ്ങനെ സ്നേഹിച്ച് ബഹുമാനിച്ച് ശുശ്രൂഷിച്ച് ഭയപ്പെട്ട് കീഴ്പ്പെട്ട് അനുസരിച്ച് ശുശ്രൂഷിച്ച് ജീവിച്ചു കൊള്ളാമെന്ന് ദൈവത്തെ ആശ്രയിച്ച് അങ്ങയോട് ഉടമ്പടി ചെയ്യുന്നു. ഈ വസ്തുതയ്ക്ക് ഇവിടെ കൂടി നിൽക്കുന്നതായ ദൈവസഭയും ത്രിയേകനാം ദൈവവും സാക്ഷികൾ ആകുന്നു. സ്വർഗസ്വനായ ദൈവം അംഗീകരിച്ച് സ്വർഗത്തിൽ അത് സ്ഥിരീകരിച്ചിരിക്കുന്നു. നിങ്ങളിപ്പോൾ ഭാര്യ ഭർത്താക്കന്മാരായി ദൈവം നിങ്ങളെ യോജിപ്പിച്ചു. എന്നാൽ നിങ്ങൾ ഈ ലോകത്തിലാണ് ജീവിക്കുന്നത്. ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ കയ്പിന്റെ അനുഭവം ഉണ്ടാകാം. ശ്രേഷ്ഠമേറിയതായ അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് തന്നത്. എന്നാൽ ജീവിതത്തിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്നതായ കാര്യങ്ങൾ സാധിക്കാതിരിക്കുമ്പോൾ നിങ്ങൾ അന്യോന്യം പഠിക്കാറുണ്ട്, അന്യോന്യം കുറ്റപ്പെട്ടാണ്. ദൈവം നമ്മളെ യോജിപ്പിച്ചു എന്ന നിലയിൽ ദൈവസന്നിധി അത് നിവാരണത്തിന് വേണ്ടി മുട്ടുകളെ മുടക്കണം. അല്ലാതെ നിങ്ങൾ വിചാരിക്കുന്നതിന് ഉന്നതമായ നിലയിൽ ഭൗതികമായ നന്മ കൊണ്ട് ദൈവം നിങ്ങളെ അനുഗ്രഹിച്ചാലും നിങ്ങൾ അഹങ്കരിക്കരുത്. സകലവും ദൈവത്തിൻ്റെ ദാനമാണെന്നുള്ള നിലയിൽ ദൈവത്തോട് നന്ദിയുള്ളവരായി നിങ്ങൾ ജീവിക്കുന്നു. നിങ്ങളുടെ മാതാപിതാക്കന്മാരെ വിട്ടിട്ട്, ബന്ധുക്കളെ വിട്ടിട്ട്, ചാർച്ചക്കാരെ വിട്ടിട്ട്, സ്നേഹിതരെ വിട്ടിട്ട് നിങ്ങൾ ഒരുമിച്ച് പാർക്കാൻ പോകുന്നതായി ഈ തന്നത്തിൽ നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങളെ യോജിപ്പിച്ചവനായ ദൈവം കൂടെ നിങ്ങളുടെ കുടുംബജീവിതത്തോടു കൂടെ ഉണ്ട്. ഒരിക്കൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാർ അക്കരയ്ക്ക് പോകുവാൻ കർത്താവിന്റെ നിർദ്ദേശപ്രകാരം അവർ യാത്ര ചെയ്തു. എന്നാൽ അവർ പടയിൽ കയറി യാത്ര ചെയ്തപ്പോൾ ആ പടകിന്മേൽ ആഞ്ഞടിച്ചതായിരിക്കുന്ന കൊടുങ്കാറ്റ് നിമിത്തം ആ പടക് മുങ്ങില്ലായുള്ള അവസ്ഥയായി. എന്നാൽ മലമേൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോയതായ കർത്താവ് അത് കണ്ടുകൊണ്ട് നിന്നില്ല. അവരുടെ അടുക്കളയിലേക്ക് ഓളങ്ങളെ ഭേദിച്ചുകൊണ്ട് രാത്രിയുടെ 4-ാം യാമത്തിൽ അവരുടെ അടുക്കളയിലേക്ക് വന്ന് കർത്താവ് അല്ല ചെയ്യാണ്, ഭയപ്പെടേണ്ട, ഞാനാകും. നിങ്ങളെ ദൈവത്തെ സേവിക്കാൻ ഇറങ്ങി പുറപ്പെട്ടവരുടെ തലമുറയിൽ നിങ്ങളുടേതായിരിക്കുന്ന ജീവിതത്തിൽ ഒരിക്കൽ പോലും സർവശക്തൻ നിങ്ങളെ കൈവിടാതെ കേട്ടോ. നിങ്ങൾ സർവശക്തനെ ദുഃഖിപ്പിക്കാതെ മുൻപോട്ട് പോകുക.
ദൈവത്തിൻ്റെതായ അനുഗ്രഹങ്ങളും ആശീർവാദങ്ങളും